ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LGS എക്സാമിന് ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസക്കാലം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2024 ജനുവരി മുതലാണ് നമ്മൾ LGS എക്സാമിന് വേണ്ടി നമ്മുടെ ഈ ചാനലിൽ ക്ലാസ്സുകൾ ആരംഭിച്ചത്. സിലബസ് പ്രകാരമുള്ള 146 ക്ലാസ്സുകളും 75ഓളം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും നിരവധി SCRT സ്കൂൾ പാഠപുസ്തക ക്ലാസ്സുകളും ഈ LGS 2024 എക്സാമിന് വേണ്ടി നമ്മുടെ ഈ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ജനുവരി മുതൽ ഈ മാസം വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പൂർണ്ണമായും LGS 2024 വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഇത്രയും ക്ലാസ്സുകൾ. LGSൻ്റെ സിലബസിലെ ഒരു മൊഡ്യൂൾ മാത്രമേ നമുക്കിനി പൂർത്തിയാക്കാനുള്ളൂ. ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ ആ മൊഡ്യൂളും കൂടെ പൂർത്തിയാക്കുന്നത് കൂടി സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. ഇത്രയും ക്ലാസ്സുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ ഉണ്ടാകുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ആ ഒരു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ LGSന് വേണ്ടി ഈ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകി തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ ഈ ക്ലാസ്സുകളുടെ PDF-ഉം നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നൽകി വരുന്നുണ്ട്. LGSൻ്റെ PDF-ന് വേണ്ടി വെറും 100 രൂപ മാത്രമാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 100 രൂപ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് LGSൻ്റെ മുഴുവൻ ക്ലാസ്സുകളും മാത്സ് ഒഴികെ, മാത്സിൻ്റെ ക്ലാസ് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മാത്സിൻ്റെ ക്ലാസ് ഇല്ല. ബാക്കി 80 മാർക്കിൽ ഒരു 65-നും 70-നും ഇടയിൽ മാർക്ക് നേടാൻ പറ്റുന്ന മെറ്റീരിയൽസ് നമ്മുടെ ഈ മുഴുവൻ PDF-ലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ PDF വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ആ ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഇട്ട് തരാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ PDF കൂടി പ്രയോജനപ്പെടുത്തുക. 100 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് 250ഓളം PDF നോട്ടുകളാണ്, 250ഓളം ക്ലാസ്സുകളുടെ PDFകളാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു മാസം LGSന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷക്കാലമായി LGSന് വേണ്ടി കഠിന പ്രയത്നത്തിലാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഒരു മാസം എന്തായാലും റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റിവിഷന് മാറ്റിവെക്കുന്നതിന് മുമ്പായി നമ്മൾ സിലബസ് ഒരു തവണയെങ്കിലും മുഴുവനായി കവർ ചെയ്തവർ മാത്രമേ ഈ റിവിഷനിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഒരു തവണ ഈ സിലബസിലൂടെ ഒരു തവണയെങ്കിലും നല്ല രീതിയിൽ വായിച്ച് പോയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും റിവിഷനിലേക്ക് കടക്കാം. ഇനി അഥവാ നിങ്ങളുടെ സിലബസിലെ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇനിയും നോക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലെങ്കിലും നിങ്ങൾ ആ ഭാഗം കവർ ചെയ്ത് പോവുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് റിവിഷനിലേക്ക് വരിക. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഞാൻ ഒരു മൊഡ്യൂൾ മാത്രമാണ്, അത് ഫസ്റ്റ് മൊഡ്യൂൾ. അത് ഞാൻ എത്രയും പെട്ടെന്ന് ആ ക്ലാസ് തീർത്ത് തരും. അതിനുശേഷം നമ്മുടെ ഈ ചാനലിൽ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് തരുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ അത് PSC പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒരാവർത്തി കൂടി അതിലൂടെ കടന്നു പോവുകയും പഠിച്ച കാര്യങ്ങൾ തറവാക്കുകയും ചെയ്യുന്നതാണ് റിവിഷനിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി തന്നെ വേണം റിവിഷനും പഠിക്കാൻ. അപ്പോൾ ഇനിയുള്ള ഒരു മാസക്കാലം നമ്മൾ എത്രയൊക്കെ പോർഷൻ കവർ ചെയ്യും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കി അത് പ്രകാരം ഒരു റിവിഷൻ ടൈം ടേബിൾ നിങ്ങൾ ആദ്യം തയ്യാറാക്കണം. അപ്പോൾ അതിനനുസൃതമായിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു മാസത്തെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. റിവിഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിവിഷൻ നടത്താൻ ഇരിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിവിഷൻ സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് കഴിവതും പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മൾ ഈ ഒരു വർഷക്കാലം പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ 9 മാസം പഠിച്ച കാര്യങ്ങൾ അത് തറവാക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവിഷനായിട്ടിരിക്കുന്നത്. അതിൽ നിന്നും വഴിതിരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇനിയും പോകാൻ ശ്രമിക്കാതിരിക്കുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, LGSന് ഒരുപാട് വൈഡായിട്ടുള്ള GK ഒന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിട്ടുപോകാതെ ഒട്ടുമിക്ക ഭാഗങ്ങളും കവർ ചെയ്ത് ആ പഠിച്ച കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കി പോവുകയാണ് റിവിഷനിലൂടെ ചെയ്യേണ്ടത്.
ഒരു കാരണവശാലും നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് നമ്മൾ മറ്റ് മേഖലകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ഈ റിവിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ റിവിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുറേ സിലബസിൽ കുറേയധികം മൊഡ്യൂളുകൾ തന്നിട്ട് അതിനകത്ത് നിന്നാണല്ലോ ഈ ചോദ്യങ്ങൾ, ഇത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സയൻസിൽ തന്നെ മനുഷ്യ ശരീരം എന്ന് പറയുന്നൊരു ഭാഗം, അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് റിവിഷൻ സമയത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ ജനറൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് മനുഷ്യ ശരീരം. അതിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ എപ്പോഴും കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നാൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ, ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് അത് കണ്ടെത്തുക. അത് കണ്ടെത്താൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളെയൊക്കെ ആശ്രയിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് മാത്രം എടുത്ത് വീഡിയോ ചെയ്യുന്ന ക്ലാസ്സുകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൈലൻറ്റ് വാലി, ഹോർത്തൂസ് മലബാറിക്കസ്, ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, അതിൽ നിന്നും ക്ലാസ്സുകൾ, റിട്ടുകൾ, ഭരണഘടനയിലെ റിട്ടുകൾ ചോദ്യം ഉറപ്പായും വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി റിവിഷൻ സമയത്ത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ സമയമെടുത്ത് പഠിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ 75ഓളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു 10,000-ന് മുകളിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കിട്ടും. പിന്നെ കറണ്ട് അഫയേഴ്സ് അത് വേറെ എവിടെയൊക്കെ തോൽവാർത്ത, തോൽവീതിയിലൊക്കെ നിരവധി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. ഇതെല്ലാം ഉപയോഗിച്ച് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക തന്നെ വേണം. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തൊട്ട് ബാക്കിലെ വർഷങ്ങൾക്കാണ്. ഇപ്പോൾ 2024 നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരാൻ സാധ്യത 2023 നിന്നുമായിരിക്കും. 2023 ആനുകാലികമായ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വെക്കുക. അതിൻ്റെ തൊട്ട് പുറകിൽ 2022 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ 2021, 2020 വരെ 2020 തൊട്ട് 2023 വരെയുള്ള ആനുകാലിക കാര്യങ്ങൾ എല്ലാം തന്നെ പഠിക്കുക. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും വിട്ടുപോകാൻ പാടില്ലാത്തതുമായ വർഷം 2023 2024 പകുതി വരെയുള്ള കറണ്ട് അഫയേഴ്സെങ്കിലും പഠിച്ചിരിക്കണം. പിന്നെ മാത്സ് ആണ്. പൊതുവെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് വളരെ ലളിതമായ മാത്സ് ചോദ്യങ്ങളാണ് കടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ രീതിയിൽ LDCക്ക് പോലെ മാത്സ് പഠിച്ച രീതിയിലൊന്നും പഠിക്കാൻ നിൽക്കാതെ ഈ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, അപ്പോൾ മാനസിക ശേഷി പരിശോധനാ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ സ്ഥിരം പാറ്റേൺ ചോദ്യങ്ങളാണ് PSC ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മാത്സിൻ്റെ സിലബസിലെ മാത്സിൽ പറയുന്ന ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി ആ പാറ്റേണിലെ ക്വസ്റ്റ്യനുകൾ നിരവധി ആവർത്തി നിങ്ങൾ ചെയ്തു നോക്കി അത് പഠിച്ച് ഹൃദിസ്ഥമാക്കി എല്ലാ ചോദ്യങ്ങളും മാത്സിൽ നിന്നും നമുക്ക് 20 മാർക്ക് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞൊരു 16-17 മാർക്കെങ്കിലും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ തയ്യാറെടുത്ത് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ. ഇനി അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മാസക്കാലം നിങ്ങൾ നിങ്ങളുടേതായ മറ്റ് പരിപാടികളൊക്കെ തന്നെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി നമ്മളൊന്ന് മനസ്സിലാക്കുക, അവസരങ്ങൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റപ്പെടുത്തുന്നത് ഒരു സർക്കാർ ജോലി തന്നെയായിരിക്കും. അത് ഏത് ജോലിയും ആയിക്കോട്ടെ, ഏറ്റവും താഴെയുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയാലും ഏറ്റവും ഉയർന്ന ജോലിയായാലും LDC ആയാലും പറയുമ്പോൾ എല്ലാം സർക്കാർ ജോലി തന്നെയാണ്. ഒരു സർക്കാർ ജോലിക്കാരൻ എന്നേ നിങ്ങളെ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജോലി നേടിയെടുക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയുള്ള സമയം, അതായത് ഇനി പരീക്ഷ നടക്കുന്നവരെ നമ്മുടെ പല കാര്യങ്ങളും ഒന്ന് മാറ്റിവെക്കുക.
നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി നിൽക്കുന്നത് നല്ലതാണ്. മൊബൈലിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ ഈ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് അത് PSC പഠനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷനുകളും ടൂറും ഒക്കെ നമുക്ക് ഈ ഒരു കാലയളവിലേക്ക് ഒഴിവാക്കുക തന്നെ വേണം. ഇനി അഥവാ സൗഹൃദമൊക്കെ ഉണ്ടായാൽ തന്നെ അത് PSC പഠിക്കുന്ന നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളുമായുള്ള സൗഹൃദം അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാകും. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഊർജ്ജം ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ ഇനിയുള്ള ഒരു 1.5-2 മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിനചര്യയിൽ അത്രയധികം മാറ്റങ്ങൾ നമ്മൾ വരുത്തി ഇത് നമ്മൾ നേടിയെടുക്കും എന്നൊരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി മുന്നേറിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടി ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ PDF നോട്ട് വളരെ മൂല്യം ഉള്ളൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് 100 രൂപ മുടക്കിയാൽ ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ആ PDF-ലുണ്ട്. അപ്പോൾ അതുകൂടെ പ്രയോജനപ്പെടുത്തുക. ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ അതുകൂടെ പ്രയോജനപ്പെടുത്തി ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടി നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.